തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസും ബി.ജെ.പിയും ഒത്തുകളി. 8 പഞ്ചായത്ത് മെമ്പർമാർ കോൺഗ്രസ് പാർട്ടി വിട്ടു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപാണ് മെമ്പർമാർ രാജിവെച്ചത്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച മെമ്പർമാർ ബി.ജെ.പിയുടെ പിന്തുണയോടെ അധികാരം പിടിക്കാനാണ് ശ്രമം. വിവരങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലെല്ലാം കണ്ടതാണ് കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും ഒരു അന്തർധാര. അതെല്ലാം ഇപ്പോൾ മറനീക്കി പുറത്തു വരികയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ടാണ് മെമ്പർമാർ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയത്. അതായത് നിലവിൽ ബി.ജെ.പിക്ക് 4 മെമ്പർമാരാണ് ഇവിടെ ഉള്ളത്. ബി.ജെ.പിയുടെ പിന്തുണയോടെ അധികാരം പിടിക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത്? തീർച്ചയായും തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഇത്തരത്തിലൊരു അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കം. അതായത് തരം താഴ്ന്ന രീതിയിലുള്ള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിൽ നിന്ന് 8 പഞ്ചായത്ത് മെമ്പർമാരാണ് നിലവിൽ പാർട്ടി വിട്ടിട്ടുള്ളത്. അത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഇത്തരത്തിലൊരു കൂട്ടരാജി നടന്നിരിക്കുന്നത്. പ്രധാനമായും ഈ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച മെമ്പർമാർ ബി.ജെ.പിയുടെ പിന്തുണയോടെ അധികാരം പിടിക്കാനുള്ള ശ്രമത്തിലാണ്. നിലവിൽ കക്ഷിനില നോക്കുകയാണെങ്കിൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 10 മെമ്പർമാരാണ് LDF-നുള്ളത്. അതോടൊപ്പം കോൺഗ്രസിനുള്ളത് 8 മെമ്പർമാരും മറ്റ് 2 വിമതർ. അതോടൊപ്പം തന്നെ ബി.ജെ.പിക്കുള്ളത് 4 മെമ്പർമാരുമാണ്. ഇതിൽ 2 വിമതരിൽ ഒരു വിമത സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വിമത മെമ്പർ ഇത്തരത്തിൽ LDF-നൊപ്പവും മറ്റൊരു വിമത മെമ്പർ കോൺഗ്രസിനൊപ്പവും ചേർന്നിട്ടുണ്ട്. എന്നിട്ടും അധികാരം പിടിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായ ഒരു കാലുവാരലിലൂടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ഈ ബി.ജെ.പിയുടെ മെമ്പർമാരുമായി ഒത്തുകളിച്ചുകൊണ്ട് ആ ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തിനേലും ഈ LDF-നെ തോൽപ്പിച്ചുകൊണ്ട്, അതായത് കോൺഗ്രസ് ബി.ജെ.പിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ബി.ജെ.പിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ അധികാരം ഏതു വിധേനയും പിടിച്ചെടുക്കുക എന്നുള്ള ഒരു തരം താഴ്ന്ന രാഷ്ട്രത്തിലേക്ക് കോൺഗ്രസ് മാറി എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആരംഭം മുതൽ തന്നെ ഈ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വലിയ ചർച്ചകളായിരുന്നു. അതായത് DCC പ്രസിഡന്റിനെ അടക്കം 3 തവണ പൂട്ടിയെത്തിക്കൊണ്ട് പ്രതിഷേധിച്ച പ്രവർത്തകരാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. പ്രധാനമായും അവിടെ ഉണ്ടായിരുന്ന ഈ സീറ്റ് ആരോപണം, ഈ കോഴ വാങ്ങിക്കൊണ്ട് സീറ്റ് മറച്ചു നൽകിയെന്നുള്ള ആരോപണത്തെ തുടർന്നാണ് ഏതാണ്ട് 3ഓളം വിമത സ്ഥാനാർത്ഥികൾ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ പ്രതിസന്ധികളും രാഷ്ട്രീയ വിഷയങ്ങളും നിലനിന്നിരുന്ന ഒരു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ 8 പ്രവർത്തകരാണ് നിലവിൽ പാർട്ടി വിട്ടിരിക്കുന്നത്. ഇത് ഭരണം പിടിച്ചടക്കുന്നതിന് വേണ്ടി, അതായത് LDF-നെ തോൽപ്പിച്ച് ബി.ജെ.പിയുടെ പിന്തുണയോടെ ഭരണം പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വെറും കുതന്ത്രം മാത്രമാണ്, അല്ലെങ്കിൽ തരം താഴ്ന്ന നാണം കെട്ട രാഷ്ട്രീയ നിലപാടാണെന്ന് വേണം നിലവിൽ മനസ്സിലാക്കാൻ. അവന്തിക, അതായത് സാരംഗ്, ഇതൊരു കോൺഗ്രസിന് നേതൃത്വത്തിന് മൊത്തത്തിലൊരു നാണം കെട്ട രീതിയിലേക്ക് ഇത് നയിച്ചിരിക്കുകയല്ലേ? അതായത് ഇതുവരെ നമ്മൾ കണ്ടത് ഒളിഞ്ഞിരുന്നുള്ളൊരു ബന്ധമായിരുന്നു ബി.ജെ.പി കോൺഗ്രസ്. ഇപ്പോൾ അത് മറനീക്കി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. തീർച്ചയായും അവന്തിക, പലയിടങ്ങളിലും ഇത്തരത്തിൽ LDF-ന്റെ ഭരണം തട്ടിയെടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഭരണം കയ്യേറുന്നതിന് വേണ്ടി പലതരത്തിലും ഒളിഞ്ഞും മറിഞ്ഞും ഈ കോൺഗ്രസ് ബി.ജെ.പിയുമായും അതുപോലെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായും അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായൊക്കെ തന്നെയും പലതരത്തിലുള്ള ഇടപാടുകളും ബന്ധങ്ങളും സ്ഥാപിച്ചിരുന്നു. അത് ജില്ലയ്ക്ക് പുറത്തും. അതോടൊപ്പം തന്നെ പ്രധാനമായും തൃശ്ശൂരിലെ കോൺഗ്രസിനെ നോക്കുകയാണെങ്കിൽ കോർപ്പറേഷനിലെ ഒരു തർക്കത്തോടു കൂടി തന്നെ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ മുഖച്ഛായ ഇടിഞ്ഞു വീണു എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം. അതിനുശേഷമാണ് ഇപ്പോൾ ഏതാണ്ട് 8 പ്രവർത്തകർ ഒരു കൂട്ട രാജിയിലേക്ക് കടന്നിരിക്കുന്നത്. അത് ഈ LDF-നെ തോൽപ്പിച്ചുകൊണ്ട് ഭരണം പിടിക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെ വർഗീയതയോ മറ്റോ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയമോ ഒന്നും അവർ കണക്കിലാക്കുന്നില്ല. പകരം ഭരണം കോൺഗ്രസിൽ നിലനിർത്തണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നിലവിൽ അവരുടെ ചിന്തയിലുള്ളത്. എന്തായാലും കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾക്കും അതൃപ്തികൾക്കും ഇത് കാരണമാകും. കോൺഗ്രസിനകത്ത് തൃശൂർ കോൺഗ്രസിൽ വീണ്ടും ഒരു പ്രശ്നം ഉടലെടുക്കുന്ന കാര്യങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. അവന്തിക, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് തൃശ്ശൂർ കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കം, പരസ്യമായ കോൺഗ്രസിനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അതേ തുടർന്ന് ഇന്നിപ്പോൾ നോക്കുമ്പോൾ ബി.ജെ.പിയുമായിട്ടുള്ള ഒരു അവിശുദ്ധ ബന്ധത്തിൻ്റെ കഥയാണ് പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടിന്റെ ബന്ധം തന്നെയാണ് പുറത്തു വരുന്നത്. അത് അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ രാഷ്ട്രീയം മറന്നുകൊണ്ട് കോൺഗ്രസ് ഒരു വലിയ ഒരു ഒത്തുകളി നടത്തുന്നത്. ഈ 4 ബി.ജെ.പി മെമ്പർമാരുടെ പിന്തുണ കിട്ടുന്നതോടുകൂടി മൊത്തം 10 അംഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിലവിൽ LDF-ന് ഉണ്ടാകുക 10 മെമ്പർമാർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ 14 ഈ മെമ്പർമാരുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിനും ഈ ബി.ജെ.പിക്കും അവിടെ ഒരു പുതിയ ഭരണസമിതി നിലവിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ഇത്തരത്തിലൊരു വഞ്ചനയ്ക്ക് കോൺഗ്രസ് തയ്യാറാകുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു വെറും നാണം കെട്ട രാഷ്ട്രീയ കളിക്ക് കോൺഗ്രസ് തയ്യാറാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അവന്തിക.